ഹായ് നമസ്കാരം. എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുതിർന്നവർ പറയാനുണ്ട്, ആദ്യം കാര്യം പിന്നെ കളി. അതാണ് LDF സർക്കാരിനോടും പറയാനുള്ളത്, ആദ്യം കാര്യം പിന്നെ കളി. ഞാനിന്ന് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: മെസ്സിയെ ഞങ്ങൾ TV കണ്ടോളാം, ആ 250 കോടി വയനാട്ടിന് കൊടുക്കും. അതുതന്നെയാണ് ഞങ്ങൾ പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. 250 കോടി ചെലവാക്കിയിട്ട് എന്തിനു മെസ്സിനും ടീമിനോട് എത്തിക്കണം? ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നിട്ടും അത് തൊടാതെ എന്തുകൊണ്ട് വയനാടിന് ഇങ്ങനെ നിന്ദിക്കപ്പെടുന്നു എന്നാണ് പൊതുജനത്തിനുള്ള ചോദ്യം. നിങ്ങളെല്ലാവരും, നിങ്ങൾ LDF സർക്കാർ എല്ലാവരും മെസ്സി ഫാൻ ആണെങ്കിൽ നിങ്ങൾ 99 MLA-മാരുണ്ട്, 98 MLA-മാരും കൂടിയിട്ട് സ്വന്തം ചെലവിൽ കൊടുത്താൽ മതി. പൊതുജനങ്ങളെ ഫണ്ടിൽ നിന്ന് കൊണ്ടുവരണ്ട എന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഈ 250 കോടി കൂടെ ഒരു 50 കോടി കൂടി ചേർത്ത് 300 കുടുംബങ്ങൾക്ക് ഓരോ കോടി വീതം വീതിച്ചൂടെ നിങ്ങൾക്ക്? എന്തിന് 250 കോടി ചെലവാക്കിയിട്ട് അർജന്റീന ടീമിനെ അവിടെ കേരളത്തിൽ എത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് നമ്മളെ വയനാട്ടിലെ ഉരുൾ പൊട്ടുന്നുണ്ട് എന്ന് ഉരുളിങ്ങനെ പൊട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി എന്ത് ചെയ്തിട്ടുണ്ട്? ദുരിതാശ്വാസ നിധിയിലേക്ക് അക്കൗണ്ടും സ്കാനറും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പൊട്ടിക്കഴിഞ്ഞപ്പോഴെങ്കിലും ഉരുൾ പൊട്ടി നിലമ്പൂരിലൊക്കെ ബോഡി എത്തുന്നതിൻ്റെ മുമ്പേ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സ്കാനറും അക്കൗണ്ട് നമ്പറും ആകെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അത്രയും ശുഷ്കാന്തി കാണിച്ചിരുന്നു നമ്മളെ സർക്കാർ ആ ദുരിതാശ്വാസ നിധി ഫണ്ട് സ്വരൂപിക്കാൻ. എന്തുകൊണ്ട് ആ ഫണ്ട് നൽകുന്നില്ല എന്നാണ് ഇവിടെ പൊതുജനങ്ങളുടെ ചോദ്യം. ആ ശുഷ്കാന്തി എന്തിന് ഇത് കൊടുക്കാൻ കാണിക്കുന്നില്ല? എനിക്ക് ഓർമ്മ വെച്ച മുതൽ പല സർക്കാരുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, പല മുഖ്യമന്ത്രികളെയും കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും മോശപ്പെട്ട ഭരണം എനിക്ക് തോന്നിയത് ഈ സർക്കാരാണ്. നമ്മൾ പണ്ടൊക്കെ ബംഗാളിൽ എന്തുകൊണ്ട് 35 വർഷം ഭരിച്ച ബംഗാൾ എന്തുകൊണ്ട് CPM-ന്റെ കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിന് മറുപടി ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മറുപടി കിട്ടി. 2 വർഷം 2 ടേം കൊണ്ട് തന്നെ എന്താണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പിണറായി സർക്കാർ നമുക്ക് കാണിച്ചു തന്നു. ഇത്രയും മോശപ്പെട്ട, ഇത്രയും അധപതിച്ചു പോയ മറ്റൊരു സർക്കാർ ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ശബ്ദം നിങ്ങൾക്കൊരു ഒച്ചമായിട്ടാണ് തോന്നുന്നതെങ്കിൽ, വെറും ഒച്ചയായിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, 2026 നടക്കുന്ന നിയമസഭയിലേക്ക് ഇലക്ഷനിലേക്ക് ഞങ്ങൾ ഒച്ച നിങ്ങൾ കേൾക്കേണ്ടി വരും. LDF സർക്കാർ ഇത് അവസാനത്തെ ചരിത്രത്തിലൊരു ഭാഗമായി മാറാം. ഇങ്ങനെയാണ് നിങ്ങൾ ഭരിക്കുന്നെങ്കിൽ ചരിത്രത്തിൽ 2026 വരെ ഇവിടെ LDF സർക്കാർ ഉണ്ടായിരുന്നു എന്ന് നമ്മളൊരു 10-15 വർഷം കഴിഞ്ഞ് നമ്മളെ മക്കൾ പഠിക്കേണ്ടി വരും. ബംഗാളിൽ 35 വർഷം ഭരിച്ചിരുന്നു എന്ന് നമ്മളിപ്പോൾ പറയുന്നത് പോലെ കേരളത്തിൽ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. അത്രയും അധപതിച്ചു പോയി സർക്കാർ എന്നുള്ളതാണ്. ഇപ്പൊ കണ്ടില്ലേ, KCB ചാർജ് കൂട്ടാൻ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ പെട്രോളിന് 2 രൂപ നമുക്ക് ക്ഷേമ പെൻഷൻ നൽകാനാണ് പറഞ്ഞിട്ട് 2 രൂപ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഈ 2 രൂപ വാങ്ങിച്ചിട്ടും എവിടെ ക്ഷേമ പെൻഷൻ എന്തുകൊണ്ട് പെൻഡിങ് വരുന്നു? എന്തുകൊണ്ട് നൽകുന്നില്ല? അർഹതപ്പെട്ടവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളൊക്കെ ചോദ്യങ്ങളും ഇപ്പോൾ ഇവിടെ കോടികൾ ചെലവഴിച്ച് കേരളത്തിൽ എന്ത് യാത്ര ഇപ്പോൾ പിണറായി നടത്തിയല്ലോ, നമ്മളെ മാനവയാത്രയല്ല, എന്തൊരു യാത്ര നടത്തി കോടികൾ ചെലവഴിച്ച്, എൻ്റെ പേര് എനിക്ക് കിട്ടില്ല. ആ ഒരു യാത്രയിൽ എന്താണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്? കോടികൾ ചെലവഴിച്ചു എന്നല്ലാതെ. ആ യാത്രയൊക്കെ നല്ല യാത്രയാണ്. എല്ലാ മണ്ഡലത്തിലും പോകുന്നു, അവിടുത്തെ ജനങ്ങളെ സമീപിക്കുന്നു, അവരെ പ്രശ്നങ്ങൾ അറിയുന്നു. ആ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് അതിന് പരിഹാരം കാണുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു യാത്ര തന്നെയായിരുന്നു. പക്ഷേ പരാതി നൽകാൻ പോയ ആളുകളെ വരെ തടഞ്ഞു വെച്ച ആ യാത്രയിൽ അവർ എന്താണ് ഉദ്ദേശിച്ചത് നമുക്കറിയാൻ പറ്റുന്നില്ല. നേർക്കുനേരെ മുഖ്യമന്ത്രിയും പൊതുജനങ്ങളും നേർക്കുനേർ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ പിണറായി ഒറ്റ സ്റ്റേജിലേക്ക് കയറുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം മറുപടി കൊടുക്കാനുണ്ടാവില്ല. ഇത് നിവേദനമായിട്ട് കത്തുകളിൽ വാങ്ങി വെക്കുന്നു, അവരെ പ്രവർത്തകർ വാങ്ങി വെക്കുന്നു. അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. അങ്ങനെയുള്ള യാത്ര
നടത്തിയിട്ട് ഇവിടെ എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? കോടികൾ പൊടിക്കുക എന്നല്ലാതെ പൊതുജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. ഈ സർക്കാർ, ഇതുപോലത്തെ ഒരു സർക്കാർ ഒരു പക്ഷേ കേരളം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പോക്ക് പോകുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറും ചരിത്രമാകും, കേരള മണ്ണിൽ വെറും ചാരമാകും. ബംഗാളിൽ 35 വർഷം ഭരിച്ചത്, തുടർച്ചയായി 35 വർഷം ഭരിച്ചപ്പോൾ അസ്തമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലും 2 ടേം ഭരിക്കുമ്പോൾ അസ്തമിച്ചു പോകും. അത്രയും അധപതിച്ച ഭരണം, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഭരണം, എല്ലാം സ്വന്തം രാജാവിനെ പോലെ, രാജഭരണം പോലെ കൽപ്പിക്കുന്നു. കുറേ അടിമകൾ അത് ഏറ്റെടുക്കുന്നു. എനിക്ക് പറയാനുള്ളത്, പ്രസ്ഥാനം ജനങ്ങളെ ഒപ്പാണ് നിൽക്കേണ്ടത്, അല്ലാതെ ജനങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം ഒരിക്കലും നിന്നുകൊണ്ടിരിക്കരുത്. ഇവിടെ കണ്ടില്ല, അടിമകളായ ജനങ്ങളെ പ്രസ്ഥാനം എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് ജനങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് പ്രസ്ഥാനമാണ് ജനങ്ങളൊപ്പം നിൽക്കുന്നെങ്കിൽ പ്രസ്ഥാനം നന്നായേനെ. ഇത് ജനങ്ങളിങ്ങനെ ന്യായീകരിച്ച് നടക്കുക. അങ്ങനെ വിഡ്ഢികളായ കുറച്ച് അണികൾ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ അഹങ്കാരമെങ്കിൽ, ഇപ്പോൾ 5G ഉള്ള കാല, ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ 2G അല്ലെങ്കിൽ 1G ഉള്ള അണികളല്ല, വിഡ്ഢികളായ അണികളല്ല ഇപ്പോൾ ഉള്ളത്. ചിന്തിക്കുന്ന ജനങ്ങളാണ്, ചിന്തിച്ചിട്ട് പെരുമാറുന്ന ജനങ്ങളാണ്. അതുകൊണ്ട് 5G കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് പിണറായി സർക്കാർ തീർച്ചയായിട്ടും ഓർക്കേണ്ടതുണ്ട്. ഇപ്പം കേരളയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കുറ്റടിച്ചല്ലോ. ജനങ്ങൾക്ക് വേണ്ടാത്ത കേരളയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കുറ്റടിക്കേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ, ജനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ എന്തുകൊണ്ട് ഇത്ര ധാർഷ്ട്യത്തോടെ നിങ്ങൾ അത് നടപ്പാക്കുന്നു? ഇതെന്താ രാജഭരണമാണോ ജനാധിപത്യ ഭരണമാണോ എന്ന് 2026 ഇലക്ഷൻ തീരുമാനിക്കും. ഏതായാലും എനിക്ക് പറയാനുള്ളത്, ആദ്യം കാര്യം പിന്നെ കളി. പിണറായി സർക്കാരോട് വീണ്ടും പറയുന്നു, ആദ്യം കാര്യം പിന്നെ കളി.